മൺകലം കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലേ, ഇന്ന് നല്ല നാടൻ റെസിപ്പിയാണേ. മാമ്പഴപ്പുളിശ്ശേരി നല്ല നാട്ടുമാങ്ങ കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ ഇവിടെ ഞങ്ങൾ എങ്ങനെയാണ് മാമ്പഴപ്പുളിശ്ശേരി തയ്യാറാക്കുന്നതെന്ന് കാണിക്കാം. ഈ വിഭവം ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. ഞങ്ങളിവിടെ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ മൺകലത്തിലാണേ ഉണ്ടാക്കുന്നത്. 4 മാമ്പഴമാണേ ഉള്ളത്. 4ഉം തൊലി കളഞ്ഞ് മാറ്റി കലത്തിലേക്ക് ഇട്ടിട്ടുണ്ടേ. ഇനി മാറ്റിവെച്ച തൊലി കളയുന്നതിന് മുൻപ് അത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ. ഇനി ഈ വെള്ളം കൂടി കലത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പിന്നെ കുറച്ച് എക്സ്ട്രാ വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ടേ. ഇനി ഞാൻ 2 പച്ചമുളക് കൂടി കീറിയിട്ടിട്ടുണ്ട് കേട്ടോ ഇതിൽ. പക്ഷേ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കാൻ വയ്ക്കാമേ. കുറച്ച് നേരം നന്നായിട്ട് കിടന്ന് തിളയ്ക്കണം കേട്ടോ, എങ്കിലേ മാങ്ങ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഇനി ഇതിവിടെ ഇരുന്ന് തിളച്ച് നന്നായിട്ട് വേവട്ടെ. ആ സമയത്ത് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. ഞാനിവിടെ 1 കപ്പ് തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആ 1 കപ്പ് തേങ്ങയ്ക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ജീരകം, പിന്നെ പച്ചമുളക്, ഇത്രയാണ് ഞാൻ അരയ്ക്കാനാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി നമുക്ക് നല്ല മഷി പോലെ അരച്ചെടുക്കണം. മാങ്ങ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അടുക്കി പിടിക്കും. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ജാർ കഴുകിയെടുത്ത വെള്ളം കൂടി ഞാനിതിൽ ചേർത്തിട്ടുണ്ടേ. ഇനി നമുക്കത് ഒത്തിരി ഒന്ന് കിടന്ന് തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് ഉലുവപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളു പഞ്ചസാരയും കൂടി. ഇനി ചെറിയ തീയിലിട്ട് ചെറുതായി ഒന്ന് തിളപ്പിച്ച് നമുക്ക് ഉപ്പൊക്കെ ഈ സ്റ്റേജിൽ നോക്കാം കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ഓഫ് ചെയ്ത് വെച്ചേക്കാം. ഇനി നമുക്ക് തൈര് ചേർക്കണം. അപ്പോൾ നല്ല കെട്ട തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ജാറിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ടേ. മൺകലമായതുകൊണ്ടാണ് കേട്ടോ ഞാൻ തീ ഓഫ് ചെയ്തത്. ഇല്ലെങ്കിൽ ആ തിള മാറുന്നതിന് മുന്നായിട്ട് നമ്മൾ തൈര് ഒഴിച്ചാൽ തൈര് ഒരുമാതിരി പിരിഞ്ഞത് പോലെ ആയിപ്പോവും. ഇനി തൈര് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് തീ ഓൺ ചെയ്തിട്ട് നമുക്കതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി കടുക് വറുക്കാനായിട്ട് ഒരു പാത്രം എടുത്ത് അതിൽ നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കണേ. പിന്നെ വറ്റൽമുളക്, കറിവേപ്പില, സാധാരണ നമ്മൾ കടുക് വറുക്കുന്നത് പോലെ തന്നെയാണ്. അത് നമുക്ക് ചെയ്ത് ഈ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ കടുക് വറുക്കുന്ന പാത്രം ഉണ്ടല്ലോ, ഇത് ഞാൻ സെപ്പറേറ്റ് ഒരു കടുക് വറുക്കാനായിട്ടൊരു പാത്രം വേണമെന്ന് പറഞ്ഞ് വാങ്ങിയതാണേ. പക്ഷേ ഇതിൻ്റെ വാലിങ്ങനെ ഇരിക്കുന്നത് കൊണ്ടുണ്ടല്ലോ അടുപ്പിൽ നേരെ ഇരിക്കത്തില്ല കേട്ടോ അത്. അപ്പോൾ നിങ്ങളും ഇങ്ങനത്തെ പാത്രം വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ വേറൊരു ടൈപ്പ് വാങ്ങുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇത് ഞാൻ കടുവറുത്ത പാത്രത്തിൽ കുറച്ച് പുളിശ്ശേരി ഒഴിച്ച് കറക്കി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. നമ്മുടെ സാധനങ്ങൾ ഒട്ടും പാഴാക്കാൻ പാടില്ലല്ലോ. ഞാനിങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. ദേ നമ്മുടെ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ടേ. നമ്മുടെ സ്വാദേറിയ മാമ്പഴ പുളിശ്ശേരി നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി തന്നെയാണ്. അറിയാത്തവർ ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമായവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ബായ്.